നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി എത്രത്തോളമാണ് നിങ്ങളെ അവരുടെ ലൈഫ് പാർട്ട്ണർ ആക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നത്? അതുപോലെ തന്നെ എങ്ങനെയുള്ളൊരു വ്യക്തിയാണ് ഈ ഒരു പേഴ്സൺ എന്നുള്ളതും കൂടി നമുക്ക് നോക്കാം. ഈ വ്യക്തി വളരെ റിച്ച് ആയിട്ടുള്ളൊരു പേഴ്സൺ ആണെന്ന് കാണുന്നുണ്ട്. എപ്പോഴും ഒരു സ്മൈലിംഗ് ഫേസ് ഉള്ള ഒരു വ്യക്തിയാണ്. അവർക്ക് എപ്പോഴും അവരുടെ ഫേസിൽ ഒരു അട്രാക്ഷൻ തോന്നുന്ന ഒരു വ്യക്തിയായിരിക്കാം. അതുപോലെ തന്നെ ഫെയർ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. അവര് എല്ലാ കാര്യങ്ങളും മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ്. അവര് മറ്റുള്ളവരുടെ ലൈഫിൽ ഒരു വെളിച്ചമായിട്ട് നിൽക്കാനായിട്ട് ഇഷ്ടപ്പെടുന്ന വ്യക്തിയാണ്. അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു സ്വഭാവമുള്ളൊരു വ്യക്തിയാണ്. ഈ ഒരു സ്വഭാവം തന്നെ മറ്റുള്ളവരെ അട്രാക്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് ഇതിൽ കാണുന്നത്. ഒരുപാട് അവര് മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യാൻ ഒരുപാട് താല്പര്യമുള്ളൊരു വ്യക്തിയാണ്. അതുപോലെ തന്നെ അവര് എവിടെ ചെന്നാലും അവരെ എല്ലാവരും അംഗീകരിക്കുന്ന ഒരു സ്വഭാവമാണ്. അല്ലെങ്കിൽ അംഗീകരിക്കുന്ന ഒരു സാഹചര്യം വരാറുണ്ട് എപ്പോഴും. ദാറ്റ് മീൻസ് ഒരു സഭയിൽ ചെന്നിരുന്നാൽ പോലും അവരൊരു കിങ് അല്ലെങ്കിൽ ഒരു ക്യൂൻ ആയിട്ട് അംഗീകരിക്കപ്പെടുന്നു. അതൊരു ഇതായിട്ട് നിങ്ങൾ മനസ്സിലാക്കുക. ദാറ്റ് മീൻസ് അവര് എല്ലാവരും അവരിൽ അട്രാക്റ്റഡ് ആയി പോകുന്നു. അല്ലെങ്കിൽ ആ ഒരു സഭയിൽ അല്ലെങ്കിൽ കുറെ പേര് കൂടി നിൽക്കുന്നിടത്ത് ഈ വ്യക്തി നിന്ന് കഴിഞ്ഞാൽ എല്ലാവരും ഈ വ്യക്തിയോട് കൂടുതലായിട്ട് മിങ്കിൾ ചെയ്യാനും സംസാരിക്കാനും ആ വ്യക്തിയിലോട്ട് ഫോക്കസ് ചെയ്യാനും ഉള്ള ഒരു അട്രാക്ഷൻ, അത്രമാത്രമുള്ള ഒരു അട്രാക്ഷൻ ഉള്ള ഒരു പേഴ്സൺ ആണ് ഈ വ്യക്തി. വളരെ ഹാൻഡ്സം അല്ലെങ്കിൽ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ്. വളരെ അധികം ഒരു പേഴ്സണാലിറ്റി ഉള്ള ഒരു വ്യക്തിയാണ്. വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു മൈൻഡ് ഉള്ള ഒരു വ്യക്തിയാണ്. ഓക്കെ. ട്രാവലിംഗ് ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയായിട്ട് കാണുന്നുണ്ട്. അല്ലെങ്കിൽ ഒരുപാട് യാത്രകൾ അവരുടെ ലൈഫിൽ ഉണ്ടാവുന്നുണ്ട്. അതുപോലെ തന്നെ അവർക്ക് ഏറ്റവും കൂടുതൽ പാഷൻ ഉള്ളത് ട്രാവലിംഗിലാണ് എന്ന് കാണുന്നുണ്ട്. പോസ്റ്റ്പോൺമെന്റ് അല്ലേ? അവര് ഓരോ കാര്യങ്ങളും ചിലപ്പോൾ നിങ്ങൾ പറയുന്ന ഓരോ കാര്യങ്ങളും അവര് നാളത്തേക്ക് എന്ന് നീട്ടിവെക്കുന്ന സ്വഭാവമുള്ള ഒരു വ്യക്തിയായിരിക്കാം. എല്ലാ കാര്യങ്ങൾക്കും സഡൻ ആയിട്ടുള്ള ആക്ഷൻ എടുക്കാത്ത ഒരു വ്യക്തിയായിരിക്കാം. അവരെപ്പോഴും ഒരു ഇല്യൂഷനിൽ ഇരിക്കുന്ന പോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്യാറുണ്ട്. പെട്ടെന്ന് തന്നെ ഇമോഷണൽ ആവുന്ന ഒരു വ്യക്തിയുമായിരിക്കാം. വ്യക്തിയുടെ ലൈഫിൽ എപ്പോഴും എല്ലാ കാര്യങ്ങളിലും വളരെ സക്സസ് ആയിട്ട് ഇരിക്കുന്ന ഒരു വ്യക്തിയാണ്. എല്ലാ കാര്യങ്ങളിലും പ്രോസ്പെറിറ്റി ആ വ്യക്തിക്കുണ്ട്. അതുപോലെ തന്നെ എപ്പോഴും ഹാപ്പി ആയിട്ട് ഇരിക്കാൻ ആ വ്യക്തി ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. എല്ലാ കാര്യങ്ങൾക്കും ഒരു ലീഡർഷിപ്പ് വേണം, അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളുടെയും നേതൃത്വം വഹിക്കുന്ന ഒരു വ്യക്തിയാവാൻ ചാൻസസ് ഉണ്ട്. ഓക്കെ. ആൻഡ് ദെൻ മൈൻഡ്. അവരുടെ മനസ്സിൽ എപ്പോഴും പല പല ചിന്തകളുള്ള ഒരു വ്യക്തിയാണ്. പക്ഷെ അവർ പുറമേ ഒന്നും എക്സ്പ്രസ് ചെയ്യാറില്ല. അവരെപ്പോഴും മനസ്സിൽ പല പല ചിന്തകളാണ്. എപ്പോഴും അവർക്ക് അവരുടെ മനസ്സിനെ കൺട്രോൾ ചെയ്യാൻ കഴിയാത്ത അത്രമാത്രം സ്ട്രഗിൾസ് അവരുടെ മനസ്സിൽ ഉണ്ടായിരിക്കാം. പക്ഷെ അതൊന്നും നിങ്ങളോട് എക്സ്പ്രസ് ചെയ്യാതെ എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കാൻ പുറമേ അവര് പ്രിറ്റൻഡ് ചെയ്യുന്നതുമായിരിക്കാം. അവരുടെ ലൈഫിൽ പല പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ പോലും അവര് പുറമേ വളരെ ഹാപ്പി ആയിട്ട് ഇരിക്കുന്ന ഒരു പേഴ്സൺ ആയിരിക്കാം. ഓക്കെ. ഓക്കെ. കൂടുതൽ പേർക്കും ഈ ഒരു സമയത്ത് നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആണ് എന്ന് കാണുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മളുടെ ചോദ്യം തന്നെ അവര് നിങ്ങളെ ലൈഫ് പാർട്ട്ണർ ആക്കാൻ വേണ്ടിയിട്ട് എത്രമാത്രം ആഗ്രഹിക്കുന്നുണ്ട്, എത്രമാത്രം ജെനുവിൻ ആയിട്ട് അവർ ഈ ഒരു രീതിയിൽ മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നു എന്നാണ്. ഈ ഒരു ഹാപ്പി ഫാമിലി എന്നുള്ള കാർഡ് തന്നെ അത് വ്യക്തമാക്കുന്നുണ്ട്. അവര് നിങ്ങളുമായിട്ട് ഒരു ലൈഫ് വളരെ വളരെ ആഴത്തിൽ ആഗ്രഹിക്കുന്നുണ്ട്. അവര് നിങ്ങളുമായിട്ടുള്ള ഒരു ഫാമിലി, കുട്ടികൾ എല്ലാം അവർ സ്വപ്നം കാണുന്നുണ്ട്. അത് അവരുടെ ഫ്യൂച്ചറിൽ അവരെപ്പോഴും കാണുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്കിടയിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ഇപ്പോൾ ഉണ്ട്. അതുകൊണ്ട് തന്നെ അവര് നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് വളരെ വളരെ ആഗ്രഹിക്കുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് തന്നെ ഒരു ന്യൂ ബിഗിനിങ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വരാൻ ചാൻസസ് ഉണ്ട്. സിംഗിൾസ് ആണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ ലൈഫിലേക്ക് ഒരു വ്യക്തി വരാനുള്ള ചാൻസസ് ഉണ്ട്. അവരുടെ ലൈഫിൽ ഒരു പുതിയ തുടക്കമായിട്ടോ അല്ലെങ്കിൽ ഒരു മാരേജ് നടക്കാനും ഉള്ള ചാൻസസ് ഉണ്ട്. ഇനി ലവേഴ്സ് ആണെങ്കിൽ പോലും അവർക്ക് ഈ ഒരു സമയത്തിനുള്ളിൽ അവർക്ക് വളരെ വേഗം തന്നെ ഒരു മാരേജ് ഈ വ്യക്തിയുമായിട്ട് നടക്കാനായിട്ട് ചാൻസസ് ഉണ്ട്. അല്ലെങ്കിൽ അത്രമാത്രം അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഇനി ഒരു റീയൂണിയൻ പോസിബിലിറ്റി ഉണ്ടെങ്കിൽ അവര് നിങ്ങളെ ഒരു മാരേജിലേക്ക് അല്ലെങ്കിൽ അവരുടെ ലൈഫ് പാർട്ട്ണറായിട്ട് അവരുടെ ജീവിതത്തിലേക്ക് ക്ഷണിക്കാനായിട്ട് അവർ ആഗ്രഹിക്കുന്നുണ്ട്. അതിനായി വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഏഞ്ചൽസിന്റെ വളരെ ശക്തമായിട്ടുള്ള സപ്പോർട്ട് ഉണ്ട്. നമ്പർ 41 and 36 is significant for this
റിലേഷൻഷിപ്പ്. ഓക്കെ, അവർക്ക് നിങ്ങളെന്ന് പറയുന്നത് അവരുടെ പാഷനാണ്. അവർക്ക് ഈ ഒരു സെപ്പറേഷനിൽ ഇപ്പോൾ പല കാര്യങ്ങളും മനസ്സിലാക്കുന്ന ഒരു സാഹചര്യമാണ്. അവര് ഒരുപാട് തിരിച്ചറിവുകൾ നേടുന്ന ഒരു സമയമാണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ നിങ്ങൾ നോ കോണ്ടാക്ട് സിറ്റുവേഷനിൽ അല്ലെങ്കിൽ ഈ സെപ്പറേഷനിൽ നിങ്ങൾ ഒറ്റയ്ക്ക് ഇരിക്കാണ്ട് അല്ലെങ്കിൽ ഇങ്ങനെ ഒറ്റപ്പെട്ടു പോയി ഇനി ഒരിക്കലും ലൈഫിൽ ഒരു ചേഞ്ച് ഉണ്ടാവില്ല എന്ന് കരുതി ഒറ്റപ്പെട്ട് ഇരിക്കാണ്ട് നിങ്ങൾ ഔട്ട്സൈഡിലേക്ക് പോവുക അല്ലെങ്കിൽ ഗോ ഔട്ട്സൈഡ് എന്നുള്ളൊരു മെസ്സേജ് ആണ്. ഓക്കെ, റീച്ചിങ് ഔട്ട്. അവര് എത്രയും വേഗം അവര് നിങ്ങളിലേക്ക് എത്തണം എന്നുള്ള ആഗ്രഹത്തിൽ ഇരിക്കുകയാണ്. ആൻഡ് ഫൈനലി മാനിഫെസ്റ്റ്. നിങ്ങളിപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് യൂണിവേഴ്സിൽ നിന്ന് കിട്ടുന്ന ഒരു മെസ്സേജ് എന്ന് പറയുന്നത് നോ കോണ്ടാക്ട് സിറ്റുവേഷനിൽ നിങ്ങൾ അവരെ ചേസ് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ സിംപ്ലി നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്താൽ മാത്രം മതി. നിങ്ങൾ ഇങ്ങനെ ഇതാണ് ഇവിടെ ഒരു കാർഡ് നമുക്ക് ഗോ ഔട്ട്സൈഡ് എന്ന് കിട്ടിയത്. അതായത് നിങ്ങൾ ഇങ്ങനെ ഒരു കംഫർട്ട് സോണിൽ ഇരിക്കുകയാണ്, ഇനി ഒരിക്കലും ഒന്നും പോസിബിൾ അല്ല, ഒരിക്കലും തിരിച്ചു വരില്ല എന്ന് കരുതി എല്ലാ കാര്യങ്ങളും ഉപേക്ഷിച്ച് നിങ്ങൾ ഇരിക്കുകയാണ്. വളരെ വേദനയോടുകൂടി നിങ്ങൾ പലതും സഹിച്ച് മുന്നോട്ട് പോവുകയാണ്. പക്ഷെ ആ ഒരു കാര്യത്തിൽ നിങ്ങൾ ഇരിക്കാണ്ട് നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങുക. നിങ്ങൾ മാനിഫെസ്റ്റേഷൻ ചെയ്യുക. നിങ്ങളുടെ ആ ചിന്തകളിൽ നിന്നും ചിന്തകളുടെ കൂടാരത്തിൽ നിന്നും നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങുക. എന്നിട്ട് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുക. ഈ വ്യക്തിയെ നിങ്ങൾ സിമ്പിൾ ആയിട്ടൊന്ന് മാനിഫെസ്റ്റ് ചെയ്താൽ മാത്രം മതി. ഈ വ്യക്തി നിങ്ങളിലേക്ക് തിരികെ വരുന്നതായിട്ട് നിങ്ങൾ ഇമാജിനേഷൻ ചെയ്താലും മാത്രം മതി. ആ വ്യക്തി തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് എത്തും. വളരെ മിറാക്കിൾ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കും. അതായത് ആ വ്യക്തി നിങ്ങളിലേക്ക് തിരിച്ചെത്തും എന്നുള്ളതാണ് ഇവിടെ കിട്ടുന്ന ഒരു മെസ്സേജ്. എല്ലാവർക്കും ഒരുപോലെ റെസണേറ്റ് ആവണമെന്നില്ല, എങ്കിൽ പോലും മാക്സിമം ഇത് ഒരുപാട് പേർക്ക് റെസണേറ്റ് ആവുമെന്ന് എനിക്ക് ഫീൽ ആവുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എന്ത് തന്നെ ആയിരുന്നാലും ഈ വ്യക്തി നിങ്ങളുമായിട്ട് ഒരു ഹാപ്പി ഫാമിലി ആ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. ആ വ്യക്തി നിങ്ങളെയാണ് അവരുടെ ലൈഫ് പാർട്ണർ ആക്കുന്നത് ആഗ്രഹിക്കുന്നത്. അതുപോലെ തന്നെ ആ വ്യക്തി നിങ്ങളിലേക്ക് തിരികെ എത്തണമെന്നും നിങ്ങളുമായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ വേണമെന്നും ഒരുപാടായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, ഗവൺമെന്റ് സർവീസ്, അതിൽ ജോലി ചെയ്യുന്ന വ്യക്തികളായിരിക്കാം. ലെറ്റർ എസ്, പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഫീൽ ചെയ്തിട്ടുള്ള റിലേഷൻഷിപ്പ് ആയിരിക്കാം. സെൽഫ് കെയർ, ഒരുപാട് സെൽഫ് കെയർ ഉള്ളൊരു വ്യക്തിയായിരിക്കാം. ഡിവൈൻ പാത്തിലോട്ട് ഇപ്പോൾ കറൻ്റ്ലി മൂവ് ചെയ്യുന്ന ഒരു വ്യക്തിയായിരിക്കാം. മേ ബി നിങ്ങളായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ആയിരിക്കാം. ലെറ്റർ എഫ്, നമ്പർ 6, നമ്പർ 1, ജനുവരി മന്ത്, ക്രിയേറ്റീവ്. ഓക്കെ, വിത്തിൻ 2 days ഒരു പോസിബിലിറ്റി ആണ്. 2 ദിവസത്തിനുള്ളിൽ അവര് നിങ്ങളുമായിട്ടൊരു റീയൂണിയന് വേണ്ടിയിട്ട് ശ്രമിക്കുന്നതായിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും ഇനിഷ്യേറ്റീവ് എടുക്കുന്നതായിരിക്കും. ഓക്കെ, നമുക്കിവിടെ റീച്ചിങ് ഔട്ട് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്.